വർഷം എത്ര കഴിഞ്ഞിവിടെ, വർഷം എത്ര കഴിഞ്ഞിവിടെ. തൊഴിലില്ലാത്ത യുവജന കോടികൾ, തൊഴിലില്ലാത്ത യുവജന കോടികൾ ജീവിക്കാനൊരു ജോലിക്കായി, ജീവിക്കാനൊരു ജോലിക്കായി ഇന്ത്യൻ നാടിൻ ജലവേദികളിൽ, ഇന്ത്യൻ നാടിൻ ജലവേദികളിൽ പോരാട്ടത്തിനിറങ്ങുന്നു, പോരാട്ടത്തിനിറങ്ങുന്നു. ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ്. ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി നികത്തലുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ആ ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പരിസര പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതം, ആ ദുരിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാത്ത ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടുത്തെ പൊതുപ്രസ്ഥാനം CPIM സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാപനത്തിലെ കെടുകാര്യസ്ഥർക്കെതിരെ ഒരു പ്രകടനം സംഘടിപ്പിച്ചപ്പോ അതിനെ ആ മാനേജ്മെന്റ് മറുപടി നൽകിയത് ഇവിടെ മലിനീകരണ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? ആ പാർട്ടി ആ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ച CPIM ഉയർത്തിയ ആ മുദ്രാവാക്യം ശരിയായിരുന്നു എന്നുള്ളതാണ് ആ മാനേജ്മെന്റിന്റെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത്. ആ പ്രസ്താവനയ്ക്ക് ശേഷം അതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, മതേതര പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് എന്താ ഉപയോഗിച്ചത്? ഏത് മാർഗമാണ് ഉപയോഗിച്ചത്? നാം രാജ്യത്ത് മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി, മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ഒരു സമരത്തെ, ആ പ്രതിഷേധ പ്രകടനത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച മാർഗം ഇവിടെ ഇതാ CPIM ഇസ്ലാമിനെതിരെ പ്രകടനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സമുദായത്തെ സംരക്ഷിക്കാനാണ് ഇവിടെ മുസ്ലിം ലീഗ് ഇപ്പോ 2 ദിവസങ്ങൾക്ക് മുമ്പ് ദാറുൽ ഹുദ സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചത്. എന്താ CPIM ഉയർത്തിയത്? ആ സ്ഥാപനം നടത്തുന്ന മലിനീകരണത്തിനെതിരെ അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് എടുത്ത നിലപാടെന്ന് പറയും മതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മതത്തിനെതിരെ ഇവിടുത്തെ ഇടതുപക്ഷം മതത്തിനെതിരെ പ്രകോപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കൊണ്ട് സമുദായത്തെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒരുമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് സമരം നടത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗ് സമരം നടത്തട്ടെ. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുക. മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചെമ്മാട്ടങ്ങാടി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ന്യൂനപക്ഷ വർഗീയ സംഘടന ഒരു പ്രകടനം നടത്തി CPIM-നെതിരെ. ദാറുൽ ഹുദ വിഷയത്തിൽ സമരം നടത്തിയ CPIM-നെതിരെ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തെ തകർക്കുന്നതിന് വേണ്ടി CPIM മുന്നിട്ട് വന്നിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂനപക്ഷ വർഗീയത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ചെമ്മാട്ടങ്ങാടിയിൽ പ്രകടനം നടത്തുക. അങ്ങനെ SDPI പ്രസ്താവന ഇറക്കുക CPM-നെതിരെ. അങ്ങനെ സകല വർഗീയ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ, ഈ കേരളത്തിന്റെ ഈ ചെമ്മാട്ടങ്ങാടിയുടെ തിരൂരങ്ങാടിയുടെ മതനിരപേക്ഷ മനസ്സിനെ തകർക്കുന്നതിന് വേണ്ടി SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ സമയമാണ് ഈ സമര സംഗമം സംഘടിപ്പിക്കുന്നത്. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പറയാ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രകടനം നടത്തിയതിന് എന്താ കുഴപ്പം? ഒരു നേതാവ് ലീഗിന്റെ വേദിയിൽ പ്രസംഗിക്കുക, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ ദാറുൽ ഹുദ സംരക്ഷണത്തിന് വേണ്ടി പ്രകടനം നടത്തിയതാണ് പോലും ഇടതുപക്ഷത്തിന്റെ പ്രശ്നം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയാൽ എന്താ പ്രശ്നം? അവര് സമുദായത്തിന് വേണ്ടിയല്ലേ, ദാറുൽ ഹുദക്ക് വേണ്ടിയല്ലേ? അങ്ങനെ എല്ലാവരും നടത്തുമെന്ന്. ഇതേ രീതിയാണ് നമ്മൾ RSS-നെ വിമർശിക്കുമ്പോൾ RSS ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഹിന്ദുവിനെതിരെ CPIM രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള പേരിലാണ് RSS വരിക. അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPI-യും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കവചം തീർക്കുമ്പോൾ അതേ രീതിയാണ് RSS ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ശത്രുക്കളായി ഈ RSS ഇങ്ങനെ ഭരണകൂടത്തിന്റെ ആ ശക്തിയോടുകൂടി മുന്നിട്ട് വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ പക്ഷത്ത് ആളുകളെ സംഘടിപ്പിക്കുന്നതിന് പകരം ഇപ്പുറത്ത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും
അതേ നയങ്ങൾ മതനിരപേക്ഷതയ്ക്ക് കളങ്കം തീർക്കുന്ന അതേ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാതരം വർഗീയതയും ഒരുപോലെ എതിർക്കേണ്ടത് ഈ നാടിന്റെ യുവതയുടെ കടമയാണെന്ന് തിരിച്ചറിയുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഇപ്പോ ഇവിടെ ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു